ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വീഡിയോകളൊക്കെ സ്ഥിരമായിട്ട് ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ എന്നെ വിളിച്ചു. അപ്പോൾ സഹോദരൻ വിളിച്ചിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കാര്യം ഏകദേശം പിടികിട്ടി. അദ്ദേഹത്തിന് കുറേ സംശയങ്ങളാണ്. അദ്ദേഹം തുടക്കം പറഞ്ഞു, ഞാനൊരു കാത്തലിക്കാണ്, ഞാനൊരു കാറ്റിസം ടീച്ചർ ആയിരുന്നു, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ സ്നാനപ്പെട്ട് ഇന്ന് പെന്തക്കോസ്തലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ വീഡിയോ കണ്ടു, എനിക്ക് സന്തോഷം തോന്നി, നല്ല രീതിയിൽ നിങ്ങൾ പ്രതികരിക്കുന്നു. പക്ഷേ കുറേ കാലം നിങ്ങൾക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങൾ തിരിച്ച് എങ്ങോട്ട് വരും, നിങ്ങൾ നേരെ ഞാൻ പോയ വഴിയിലൂടെ നിങ്ങൾ വരും. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ അതിനൊന്നും പറയാനില്ല. പക്ഷേ ഞാൻ എന്തായാലും അങ്ങനെ ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ് അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കാറ്റിസം ടീച്ചറായിരുന്ന ഈ വ്യക്തിക്ക് പെന്തക്കോസ്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു ചിന്ത തോന്നിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരാധനകളും ഈ രീതിയിലൊക്കെ തന്നെയാണ് എന്നെ കൂടുതൽ അതിലേക്ക് അടുപ്പിച്ചത്. പക്ഷേ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കതൊന്നും ഫീൽ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ വേറെ പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്കിപ്പം ശ്രേഷ്ഠമെന്ന് തോന്നാവുന്ന അല്ലെങ്കിൽ പറയാവുന്ന ഏത് സഭയാണുള്ളത്, ഒരു കുഴപ്പമില്ലാത്ത ഒരു കുറവുമില്ലാത്ത എല്ലാം കൊണ്ടും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിനോമിനേഷൻ ഏതാണുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ ഏതിലാണ്? അങ്ങനെ 100% പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്കൊന്ന് അറിയണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം അതിലേക്ക് കാര്യമായിട്ട് അടുത്തില്ല. അതിനുശേഷം പുള്ളി പറഞ്ഞത്, സഭയിൽ പുരോഹിതരുണ്ട്, അപ്പോൾ പൗരോഹിത്യം ഹെബ്രായ ലേഖന പ്രകാരം പൗരോഹിത്യം അവസാനിച്ചു, ഇനിയൊരു പൗരോഹിത്യം ഇല്ല, പിന്നെ എന്താണ് പുരോഹിതരിവിടെ കാണുന്നത്? അപ്പോൾ പെന്തക്കോസ്തിൽ പുരോഹിതരില്ല, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ, രണ്ടാമത്തെ വിശുദ്ധ കുർബാന വീണ്ടും ഇവർ ബലിയർപ്പിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഹെബ്രായ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു ബലിയർപ്പണമില്ല. അപ്പോൾ ഇനിയൊരു ബലിയർപ്പണം ഇല്ല എന്ന് പറഞ്ഞിരിക്കുക, പിന്നെ എന്തിനാണ് ഇവർ ബലിയർപ്പിക്കുന്നത്? അത് ശരിയല്ലല്ലോ, അത് തെറ്റല്ലേ? അപ്പോൾ ഇങ്ങനെ ബലിയർപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ അതിലേക്ക് പോയത്. അടുത്ത കാര്യം പറഞ്ഞു, ഒരു പുരോഹിതൻ ഒരിക്കലും സന്യസ്തനാകാൻ പാടില്ല, അവൻ വിവാഹ ജീവിതം നയിച്ചിരിക്കണം നിർബന്ധമായിട്ടും. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? ഇവർ സന്യസ്തരായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ശരിയല്ല, ദൈവവചനം അതിനെതിരെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പെന്തക്കോസ്തിലേക്ക് പോയി. എനിക്ക് നാലാമത്തെ വിഷയമാണ് കുറച്ചുകൂടി ദീർഘമായിട്ട് എനിക്ക് പറയാനുള്ളൊരു വിഷയം. അതായത് മാതാവ്, ഇവിടെ മുഴുവൻ ജപമാല പ്രാർത്ഥന, മറ്റ് പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ മരിച്ച് എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയോട് ഈ പറയുന്ന കത്തോലിക്കർ മുഴുവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ശരിയാണോ? അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ 1-2 ചോദ്യങ്ങൾ ഇന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. മിക്ക ആളുകളുടെയും ഒരു ചിന്തയാണ്, കത്തോലിക്കർ മുഴുവൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, അപ്പോൾ മാതാവ് എവിടെയാണെന്ന് അറിയത്ത് പോലുമില്ല, അല്ലെങ്കിൽ മാതാവ് എവിടെയാണ് എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ച ചോദ്യം ഇതാണ്. ഓക്കെ, ഞാനിങ്ങനെ ഇപ്പോൾ നിങ്ങളെ കമൻറ്റ് ഞാൻ മുഴുവൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടേതായ ആശയങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, അപ്പസ്തലനായ പൗലോസ് ഇപ്പോൾ എവിടെയാണ്? പൗലോസ് സ്വർഗ്ഗരാജ്യത്തിലാണ്. സംശയം വല്ലതുണ്ടോ? ഒരു സംശയമില്ല, 100% 100% ഉറപ്പ് ദൈവരാജ്യത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ പൗലോസ് ദൈവരാജ്യത്തിലാണ്, മാതാവ് എവിടെയാണ്? അറിയില്ല. എവിടെയാണെന്ന് വ്യക്തമായിട്ട് ബൈബിൾ നമുക്ക് ഒരു സാക്ഷ്യം നൽകുന്നില്ല. ഓക്കെ, സോളാ സ്ക്രിപ്ചറെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബൈബിൾ മാത്രമാണ് നമുക്ക് ആധാരമായിട്ട് നിൽക്കുന്ന പെന്തക്കോസ്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു തെളിവില്ല എന്ന് അവർ പറയുന്നു. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ പൗലോസ് സ്വർഗ്ഗത്തിലാണെന്ന് അവർ 100% ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഓക്കെ, പൗലോസ് സ്വർഗ്ഗത്തിലാണെന്ന് 100% സഹോദരന് ഉറപ്പുണ്ടെങ്കിൽ മാതാവ് സ്വർഗ്ഗത്തിലില്ല എന്ന് കാണിക്കാനുള്ള ഒരു തെളിവ് എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. അതായത് മാതാവ് തൻ്റെ ഭൗതികമായ രീതിയിൽ പ്രവൃത്തിയിൽ യേശുക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്നപ്പോഴും പരസ്യ ജീവിതത്തിലും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കിട്ടുന്ന തെളിവനുസരിച്ച് മാതാവ് സ്വർഗ്ഗത്തിലില്ല എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ നിന്ന് വീണ് പോയെന്ന് കാണിക്കുന്ന ഒരു തെളിവ്, ഏതെങ്കിലും ഒരു തെളിവ് എനിക്കൊന്ന് കാണിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല അങ്ങനെയില്ല, പക്ഷേ സ്വർഗ്ഗത്തിലാണെന്നുള്ള തെളിവ് സഹോദരൻ കാണിക്കുക, നിങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, മാതാവ് ഇപ്പോൾ സ്വർഗ്ഗത്തിലല്ല എന്ന് കാണിക്കാൻ വേണ്ടി വചനത്തിലൊരു തെളിവില്ലെന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. മാതാവ് യേശുവിൻ്റെ അമ്മയായിരുന്നു, ബഹുമാനിക്കപ്പെടേണ്ട സ്ത്രീയായിരുന്നു. അതെ, ദൈവവചനത്തിൽ മാതാവിനെക്കുറിച്ച് എവിടെയൊക്കെ നമുക്ക് വളരെ ചുരുങ്ങമായ കാര്യങ്ങളെ കാണുന്നുള്ളെങ്കിലും അത് എവിടെയൊക്കെ കാണുന്നു, പല കാര്യത്തിലും കാണുന്നു. ഞാൻ പറഞ്ഞു, ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒരു തുണ്ടെങ്കിലും പ്രസംഗിച്ച ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ എന്ന് കാണിച്ച. അതായത് നമുക്കിപ്പോൾ യേശുവിൻ്റെ ക്രൂശ് വന്ന ശിമയോനെക്കുറിച്ചും കിരേനേക്കാരൻ ശിമയോനെക്കുറിച്ചും ബൈബിളിൽ ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിരിക്കുന്ന ശതാധിപന്മാരെക്കുറിച്ചും ഒക്കെ നമ്മൾ ദീർഘമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് ഒരു പ്രസംഗം, ഇനി എവിടെയെങ്കിലും ഒരു പ്രസംഗം വന്നു കഴിഞ്ഞാൽ, യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് യേശുവിൻ്റെ അമ്മ മൊട്ടത്തോടാണെന്നും, അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക,
അതായത് ഞാൻ പറയുന്ന ചില സ്വതന്ത്ര ബന്ധക്കസ്താകാം, ചില സഭകളാകാം, എന്തും പല രീതിയിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ പലതും കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനാവശ്യമായ ഒരു വെറുപ്പ് ഇവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അതിനൊരു കാരണക്കാർ നമ്മളൊക്കെ തന്നെയാണോ, നമ്മുടെ സഭയിലെ ആളുകൾ. അതായത് പെന്തക്കോസ്ത് എവിടേക്കോ മാതാവിന് ഇത്രയും പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ അങ്ങനെയല്ല, മാതാവിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിൾ നമ്മൾ മറച്ചു നോക്കി പരിശോധിച്ച് എവിടെയൊക്കെ മാതാവിൻ്റെ പേര് അല്ലെങ്കിൽ അവളെന്നൊരു സ്ത്രീ കഥാപാത്രം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഇത് മാതാവാ, ദേ ഇവിടെ മാതാവിനെ കുറിച്ചാണ്, സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു, ചാടി നമ്മൾ എടുത്തിട്ട് ഇത് മാതാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വ്യാഖ്യാനിച്ച് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു? ഇന്ന് തൃശ്ശൂരുള്ള എംപറർ കൂടാര കൾട്ടിനെ പോലെ പുതിയ പുതിയ കൾട്ടുകൾ രൂപാന്തരപ്പെട്ടത് സത്യം പറഞ്ഞാൽ അനാവശ്യമായ മരിയൻ തിയോളജിയുടെ അതിപ്രസരം കൊണ്ട് സംഭവിച്ചതാണ്. നമുക്ക് അടുത്ത ദിവസം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് വരുത്താം. തീർച്ചയായിട്ടും അത് ആവശ്യങ്ങൾ സംസാരിക്കണമെന്ന് ദൈവാത്മാവ് നല്ല പ്രചോദനം തരുന്നുണ്ട്. കാരണം അനാവശ്യമായി നമ്മൾ മാതാവിനെ ഗ്ലോറിഫൈ ചെയ്ത്, അതായത് പെന്തക്കോസ്ത് ഒരു വഴി കൂടെ മുട്ടത്തോടാണെന്ന് പറഞ്ഞ് കളിയാക്കാനും അല്ലെങ്കിൽ തഴയാനും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ബൈബിളിൽ നിന്നും പുതിയ പുതിയ മരിയോളജിക്കൽ അല്ലെങ്കിൽ തിയോളജിക്കൽ കാര്യങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. എന്നിട്ട് അത് മാതാവിലേക്കും അല്ലെങ്കിൽ അവളെന്ന് പറയുന്നത് മാതാവാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാക്സിമം അതിലേക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ തുടങ്ങി. ഇത് സംഭവിച്ചത് എന്താണ്? നമ്മളെ സംബന്ധിച്ച് ഒരു വൈകാരികമായൊരു വിശ്വാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ റെസ്പോണ്ട് ചെയ്ത ചില ആളുകൾ നമ്മളെ ചീത്ത വിളിക്കുമ്പോഴൊക്കെ അത് വൈകാരികമായിട്ട്, അതായത് അമ്മ എന്നൊരു വികാരം ഒരു ഏതൊരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ അമ്മ എന്ന വികാരം നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ആ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ആ വൈകാരിക തലത്തിലാണ് പലരും എന്ത് ചെയ്യപ്പെടുന്നത്, ചില കൾട്ടുകളിലേക്ക് വീണു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി ഒരു പരിധിവരെ നമ്മളൊക്കെ തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ പറയുന്ന കാറ്റീസൺ ടീച്ചറുടെ അല്ലെങ്കിൽ ഈ മതബോധന ടീച്ചറുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ മാതാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാനതൊക്കെ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് മാതാവിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബഹുമാനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അതായത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞിരിക്കുന്ന ആ ഒരു ബഹുമാനം, അതായത് ബൈബിൾ കൊടുക്കുന്ന ബഹുമാനം കൊടുത്താൽ അത് ഇന്നത്തെ മരിയോളജിക്കാരുണ്ടാക്കിയ വിഗ്രഹത്തിൻ്റെ തലത്തിലുള്ള അല്ലെങ്കിൽ ഇമോഷൻ തലത്തിലുള്ള ഒരു സാധനവും നിങ്ങൾ കൊടുക്കണ്ട. പകരം നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? അത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് എവിടെ ചെല്ലും? കർത്താവിൻ്റെ അമ്മ ഇപ്പോൾ എവിടെയാണ്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിക്കപ്പെട്ട കർത്താവിൻ്റെ അമ്മ നരകത്തിലാണെന്നുള്ളൊരു തെളിവ് നിങ്ങളിതാ. അപ്പോൾ അതില്ല. അപ്പോൾ സ്വർഗത്തിലല്ല എന്നുള്ളതിന് ഒരു തെളിവ് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് ബൈബിളിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മ എവിടെയായിരിക്കും? പൗലോസ് അപ്പസ്തോലൻ സ്വർഗത്തിലാണെങ്കിൽ ആ അമ്മ എവിടെയായിരിക്കും? അപ്പോൾ ഈ രണ്ടാമത്തെ ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു ചിന്ത വന്നു. അയ്യോ, ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, മാതാവ് നരകത്തിലൊന്നാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സ്വർഗത്തിലാണെന്ന് തെളിവില്ല, അതാണ് ഞാൻ പറയുന്നത്, അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും താഴോട്ട് അടുത്ത ചിന്തയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിച്ചു, 12 അപ്പസ്തോലന്മാരും 120 പേരും കൂടി ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സെഹിയോൻ ഉഡ്ഡശാലയിൽ മാതാവ് ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്നു, ബൈബിളിൽ അത് കാണുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നുള്ളതിന് ഉറപ്പാണോ? അതെ, തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ്. അപ്പോൾ മാതാവ് ഇന്ന് കാണുന്ന പൗലോസ് അപ്പസ്തോലൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പൗലോസ് അപ്പസ്തോലൻ അന്ന് വരെ സഭയെ പീഡിപ്പിച്ചവൻ പെട്ടെന്ന് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി, ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. അപ്പസ്തോലൻ സ്വർഗത്തിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആ മാതാവ് നരകത്തിലാണെന്ന് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. അപ്പോൾ ആ മാതാവ് എവിടെയായിരിക്കും? ആശയപരമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ബൈബിളിൽ എവിടെയെങ്കിലും മാതാവ് വഴിതെറ്റിപ്പോയതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നുള്ളതിന് കൃത്യമായ തെളിവുണ്ട്. അവിടെ കൃത്യമായി ബൈബിൾ എഴുതി വച്ചിരിക്കുന്നു, യേശുവിൻ്റെ അമ്മ മറിയവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തെളിവ് എന്തിനാണ് അപ്പസ്തോലന്മാർ ശേഷിച്ചത് അല്ലെങ്കിൽ എഴുതി വെച്ചത്? അപ്പസ്തോല പ്രവൃത്തി എഴുതുന്ന ഏത് കാലഘട്ടത്തിലാണ്? പൗലോസിൻ്റെ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ പൗലോസിൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിൽ, ഏകദേശം AD 70 മുൻപ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, മാതാവിനെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കമൻറ്റ് പോലും അവിടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വീണ്ടും യേശു മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്ത യോഹന്നാനുണ്ടായ വെളിപ്പാട്, ആ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. ഞാൻ ആ സഹോദരനെ കൊണ്ട് എടുത്ത് ആ വചനം ഒന്ന് വായിപ്പിച്ചു. വെളിപ്പാട് 11:19. അവിടെ നമ്മളിങ്ങനെയാണ് കാണുന്നത്, അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്,
സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറന്നപ്പോൾ ആ സ്വർഗത്തിൽ അവിടുത്തെ വാഗ്ദാന പേടകം ഉണ്ടായി എന്ന് വ്യക്തമായി വചനം പറയുക. നമ്മളിപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്, എന്തിലേക്കാണ് ജീവനെ കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അതായത് സ്വർഗത്തിൽ മാതാവ്, ഈ വാഗ്ദാന പേടകം മാതാവാണെന്നോ അല്ലെങ്കിൽ പുതിയ ആശയങ്ങളിലേക്കൊന്നും ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ മോശ ഉണ്ടാക്കിയ വാഗ്ദാന പേടകമായിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്ന് വയ്ക്കുക. അതായത് മോശ കർത്താവ് കൽപ്പിച്ച പോലെ മരം കൊണ്ട്, കരിവേല മരം കൊണ്ടുണ്ടാക്കിയ ആ മരം കൊണ്ടുണ്ടാക്കിയ ആ വാഗ്ദാന പേടകമാണെന്ന് പച്ചയ്ക്ക് പ്രത്യേകിച്ച് ഒരു വ്യാഖ്യാനമില്ലാതെ നമ്മൾ ചിന്തിക്കുകയാണ്. ഈ വാഗ്ദാന പേടകമാണ് സ്വർഗത്തിൽ കണ്ടതെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, വെറും കരിവേലക മരം കൊണ്ട് ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പലകകൾ സൂക്ഷിച്ച ആ വാഗ്ദാന പേടകം ഇന്ന് സ്വർഗത്തിലുണ്ടെങ്കിൽ യേശുവിൻ്റെ അമ്മ മാതാവ് ഇന്ന് സ്വർഗത്തിലില്ല എന്ന് പഠിപ്പിക്കാൻ നമുക്ക് എന്ത് അവകാശമുള്ളത്? ചിന്തിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? എന്ത് മാനദണ്ഡമാണ് നിങ്ങൾക്കുള്ളത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനിയല്ല, മോശ പറഞ്ഞ വാഗ്ദാന പേടകമല്ല, ദൈവം അത് ആത്മീയ തലത്തിലാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചു വയ്ക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ആ വ്യാഖ്യാനത്തിൽ യേശുവിൻ്റെ ദൈവത്തിൻ്റെ വചനം വന്ന് ഇറങ്ങിയത്, ദൈവം ഉപയോഗിച്ചത് ഇതേ മാതാവിനെ തന്നെയാണല്ലോ. അതായത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ യേശു അതിനുവേണ്ടി ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ മരിയൻ തിയോളജിയുടെ മറ്റു വശങ്ങളൊക്കെ നമ്മൾ വിടാം, തൽക്കാലം അതിലേക്കൊന്നും പോകണ്ട, നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ ചർച്ച ചെയ്യാം. പക്ഷേ ഈ ഒരു വിഷയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതിനുവേണ്ടി യേശു ഈ ഭൂമിയിൽ ഉപയോഗിച്ച ഒരു മനുഷ്യ വ്യക്തി യേശുവിൻ്റെ അമ്മ മാതാവാണെങ്കിൽ ആ മാതാവിൻ്റെ ആത്മാവിനെ, ആ മാതാവിനെ കർത്താവ് തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും, കർത്താവ് പുറത്താക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ മാതാവിന് സ്വർഗമില്ല, ആ മാതാവ് ഇപ്പോഴും എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല എന്ന് പറയുന്നതിൽ എന്ത് യോഗ്യതയുള്ളത്? അല്ലെങ്കിൽ എന്ത് ചിന്താ വൈകല്യമാണ് അവിടെ വരുന്നത്? അതായത് ആ വാക്ക് അങ്ങനെ തന്നെ എടുത്തത് വാഗ്ദാന പേടകമാണെങ്കിൽ ആ കരിവേലക മരത്തിൻ്റെ ആ കൽപ്പലകയിൽ എഴുതിയ അതിനത്രയും ശ്രേഷ്ഠത ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ ഉപയോഗിച്ച ഒരു സ്ത്രീ, ഒരു മനുഷ്യ വ്യക്തി, ആ വ്യക്തിക്ക് എത്രത്തോളം ബഹുമാനം കൊടുക്കുന്നുണ്ടാകും, സ്വർഗം എത്രത്തോളം അംഗീകരിക്കുന്നുണ്ടാകും? അവിടെ പൗലോസ് സ്വർഗത്തിലാണെന്ന് പറയുകയും മാതാവ് അവിടെ അല്ല എന്ന് പറയുകയും ചെയ്യുന്നത് എന്ത് വൈകല്യമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇനി ആ സഹോദരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞു, ബ്രദറെ എനിക്കത് തെറ്റുപറ്റിപ്പോയി, ഞാനതിന് അപ്പോളജി ചെയ്യുന്നു, കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു, എൻ്റെ ചിന്താക്കുഴപ്പത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദര, നിങ്ങൾ ചാടി മറ്റൊന്നിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചതും ഇങ്ങനെ ചില പ്രശ്നം തന്നെയാണ്. കാരണം ഒന്ന് മോശമാണെന്ന് കാണുകയും മറ്റൊന്ന് ശ്രേഷ്ഠമാണെന്ന് തോന്നുകയും ചെയ്തിട്ട് നേരെ ഓടിയിറങ്ങി ആവേശം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളതല്ല ഇത്. കാരണം സ്വന്തം ഭവനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവിടെ ഞാനത് ആ ഉദാഹരണം പറഞ്ഞു, എൻ്റെ വീട്ടിൽ എന്തോ അഴുക്കുചാല അല്ലെങ്കിൽ എന്തോ ഒരു പല്ലിയോ ഒരു എലിയോ ഒന്ന് കാഷ്ടിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ തെറ്റു പഠിപ്പിക്കുന്ന ഈ അപ്പസ്തോലന്മാരെന്ന് സ്വയം പറയുകയും ചെയ്യുന്ന തെറ്റു പഠിപ്പിക്കുന്ന ഇവരെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഒരു പല്ലിയോ ഒരു എലിയോ നമ്മുടെ ഭവനത്തിൽ, നമ്മളായിരിക്കുന്ന ഈ സഭയാകുന്ന ഈ ഭവനത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് കാഷ്ടിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സ്വന്തം വീടിനെ കത്തിക്കുന്നതിന് തുല്യമല്ലേ അത്? അപ്പോൾ അതുകൊണ്ട് എന്താ ഉള്ളത്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കണം. അവസാനം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, എനിക്കൊരു ദൈവിക വെളിപ്പാട് കിട്ടി ഈ ഒരു വിഷയത്തെക്കുറിച്ച്. മറ്റു വിഷയങ്ങളും ഞാൻ സംസാരിച്ചു. അദ്ദേഹം ചോദിച്ചു ബാക്കി 3 ക്വസ്റ്റ്യനും ഞാൻ അഡ്രസ്സ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സഹോദരൻ ഞാനിനി എന്ത് ചെയ്യണം? ഞാൻ ഈ സഭയിലേക്ക് തിരിച്ചു വരണോ? ഞാനിനി എങ്ങനെ മുന്നോട്ട് പോകണം? എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. എനിക്കൊരു ദൈവിക വെളിപ്പാട് കിട്ടാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ബോധ്യം കിട്ടാൻ സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇന്ന് ആ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. അതായത് ആ സഹോദരൻ എന്നോട് ചോദിച്ച ചോദ്യം, ഞാൻ ഇനി തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരണോ? സ്നാനപ്പെട്ട് ഞാൻ പെന്തക്കോസ്തിലേക്ക് പോയ വ്യക്തി, സഭയിലേക്ക് ഞാൻ തിരിച്ചു വരണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് നിങ്ങൾ ഈ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ ആ സഹോദരനോട് എന്ത് പറയണം? തിരിച്ച് സഹോദരൻ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, വീണ്ടും കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ ആ സഹോദരന് കൊടുക്കേണ്ട ഉപദേശം? തിരിച്ച് ഈ സഭയിലേക്ക് വരാനാണോ ഞാൻ പറയേണ്ടത്? അതെയോ ഇന്നായിരിക്കുന്ന വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാനാണോ പറയേണ്ടത്? നിങ്ങൾക്ക് കമൻറ്റിലൂടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത വീഡിയോകൾ, അതായത് അദ്ദേഹത്തിൻ്റെ മറ്റു ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്തതെന്നുള്ളതും അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് കാണാം.